ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇതൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ആപ്രിക്കോട്ട് റോസാണ്. ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു റോസിന്. അതിൻ്റെ ഏറ്റവും താഴത്തെ പെറ്റൽ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. അതിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്നത് പോലെയാണ്. ഇതൊരു ചെങ്കൽ കളർ എന്തോ പറയാനായിട്ട് വല്ലാത്തൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ. അത് കറക്റ്റ് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് റോസിൻ്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ക്രീപ്പറാണ്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ക്രീപ്പറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ റോസ് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ പ്ലസ് സെൻറ്റിമെൻ്റൽ റോസിലെ അതിൻ്റെയൊക്കെ ഒരു ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ. ബഞ്ചായിട്ടായിരിക്കും ഫ്ലവറിങ് ആവുന്നത്. സിംഗിൾ പെറ്റലാണ്. ഇതിൽ നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇങ്ങനെ ടൈഗർ റോസ് ഇല്ലേ ആ ഒരു ലൈൻസ് ഉണ്ടാവും, സ്ട്രൈപ്പ് ഉണ്ടാവും. പിന്നെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറുമാണ് കേട്ടോ. സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ നടുക്ക് വൈറ്റ് കളറുണ്ട്. നിങ്ങൾ ആ ഒരു ലൈൻസ് ശ്രദ്ധിച്ചോ, അതിങ്ങനെ ലൈൻസ് ഉണ്ടാവും. ഓരോ ഫ്ലവറിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കേട്ടോ ലൈൻസ് വരുന്നത്. ചിലതിന് നല്ലതുപോലെ വരാറുണ്ട്. ഇത് വന്നിട്ട് ക്രീപ്പർ ടൈപ്പാണ്. പെർഫ്യൂം ബ്രീസാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൊത്തുമഞ്ഞാന്ന് ഞാനാണ് നെയിം ഇട്ടത്. കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. നിറയെ പൂക്കളുണ്ടാവും ഒരു ബ്രാഞ്ചിൽ തന്നെ. ഇഷ്ടംപോലെ ഇങ്ങനെ മൊട്ടുകളും പൂക്കളും ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ്. യെല്ലോ കളറാണ് വരുന്നത്. ഡാർക്കായിട്ടുള്ളൊരു യെല്ലോ കളറാണ് കേട്ടോ. ഫ്ലവർ കൊഴിയാൻ നേരം ഇതേപോലെ ജസ്റ്റ് ഒരു ഡോട്ടും കാര്യങ്ങളൊക്കെ വരും. ചെറിയൊരു കളർ ചേഞ്ച് പോലെയൊക്കെ വരും കേട്ടോ. പുള്ളിക്കുത്തു പോലെയൊക്കെ വരുന്നൊരു ടൈപ്പാണ്. കൊത്തുമഞ്ഞ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ആന്ധ്ര പന്നീർ റോസ് എന്ന് പറയുന്നതാണ്. വൈറ്റ് പന്നീർ റോസ്. നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്. വിരിയുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡൊക്കെ വരാറുണ്ട്. ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. മൊട്ട് കാണുമ്പോഴത്തേക്കും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മൊട്ടിന്. വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈറ്റ് ആവും. പിന്നെ ലൈറ്റൊക്കെ നല്ലപോലെ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡൂടെ തോന്നിക്കും കേട്ടോ. അങ്ങനെ ഒരു റോസാണ്. നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനൊക്കെ അല്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസാണ്. ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഫുള്ള് വൈറ്റ് ആയിരിക്കും ചില ടൈമിൽ. ഒരു അടിപൊളി റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വലിയ പൂക്കളാണ്. ഇതിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് തൈകളാണ് കേട്ടോ. ഇത് അതിന് മറ്റൊരു ഫ്ലവറാണ് കേട്ടോ. ഓരോ സമയത്തും കളർ ഇങ്ങനെ ചേഞ്ച് ആവും. ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് കയറി വരാറുണ്ട്. പിങ്കല്ല, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു കളർ ഇങ്ങനെ കയറി വരാറുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂൻ്റെത് ഓരോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ സെൻട്രൽ പോർഷനിൽ പിങ്ക് വരുന്നതാണ്. ചിലപ്പോൾ ഫ്ലവറും മൊത്തം പിങ്കായിട്ട് വരാറുണ്ട്. വൈറ്റ് പ്യുവർ വൈറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൻ റോസാണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല ഫ്ലവർ. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചും പിന്നെ പ്ലാന്റ് മെച്ചുവർ ആവുന്നതിനനുസരിച്ചിട്ടൊക്കെ ഫ്ലവർ ചേഞ്ച് ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇത് ആ സെയിം പ്ലാന്റിലാണ് മറ്റൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, കളർ ചേഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടെ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് റെഡ് ക്രീപ്പറാണ്. മീഡിയം സൈസ് റെഡ് ക്രീപ്പറാണ്. റെഡ് ക്രീപ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ കണ്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ പൂക്കളാണ്. വളരെ ചെറിയ പൂക്കളും മിനിയേച്ചർ ടൈപ്പാണ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. നിറയെ പൂക്ക് മോണ്ടൂട്ടഡ് ആണ്. ഇത് പീസ് ആൻഡ് ലവ് ആണ്. സമാധാനത്തിൻ്റെ റോസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പീസ് ആൻഡ് ലവ് ആണ്. നിറയെ പൂക്കളുണ്ടാവും. ഒരു ബ്രാഞ്ച് വന്നിട്ട് അതിനകത്ത് തന്നെ ഏകദേശം 5, 6, 7, 8 പൂക്കൾക്ക് കൂടുതൽ ഉണ്ടാവാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. പൂക്കളുടെ കളറായാലൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. മഞ്ഞ, ഓറഞ്ച്, റെഡ് കോമ്പിനേഷനിൽ വരും. ചിലപ്പോൾ മഞ്ഞ മാത്രമായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അത് ഫുള്ളായിട്ടൊരു ഓറഞ്ച് ഷെയ്ഡിലും കയറി വരാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളത് ദ ഫെയറി പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. മിനിയേച്ചറാണ്, ഓൺ റൂട്ടഡ് ആണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു മീഡിയം സൈസ് തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതലും നല്ല ഇത് കിട്ടുന്നത് തന്നെ റെയറായിട്ടാണ്. ഇതിൻ്റെ ബഡ്ഡിങ് തൈകളായിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് ഓൺ റൂട്ടഡ് തൈകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫെയറി പിങ്കിൻ്റെ. പിന്നെ ഇത് വന്നിട്ട് ഇതാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡ് ആണ്. ഫ്ലോറിബണ്ട റിച്ച് റെഡ് നല്ല ഭംഗിയാണ്. ഒരു സെൻട്രൽ പോർഷൻ കാണാനായിട്ട് നല്ല രസമാണ്. ഒരുപാട് കട്ടിയുള്ള ഇതളുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ഒരു റോസിൻ്റെ വരുന്നത്. അടിപൊളി വെറൈറ്റി തന്നെയാണ്. നിറയെ പൂക്കൂട്ടായത്. ഇത് വന്നിട്ട് സെൻറ്റഡ് റോസ് ആണ്. സെൻറ്റഡ് റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പനിനീർ റോസ് പോലെ തന്നെ നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ്. അതിൻ്റെ ലീഫൊക്കെ ആയാലും അതിൻ്റെ തണ്ടുകളായാലും ഒരു പർപ്പിളല്ല, ഒരു ബ്രൗൺ ഷെയ്ഡിലായിരിക്കും കേട്ടോ വരുന്നത്. ലീഫും അങ്ങനെ തന്നെയാണ്. ഇത് നല്ല അസാധ്യമായൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ ഒരു റോസിന് വരുന്നത്. വിരിയുന്ന സമയത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അത്രമാത്രം സ്മെല്ല് നമുക്ക് കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ.
സെൻറ്റഡ് റോസ് എന്നാണ് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുള്ളത്. കറക്റ്റായിട്ട് അറിയില്ല. ഇതിപ്പോൾ ഒരുമിച്ചൊക്കെ ഒരു 5-6 ഫ്ലവറൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പനിനീർ റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ആ സെയിം തന്നെയാണ്. പെർഫ്യൂം ഒക്കെ എന്താ പറയുക, അത്ര നല്ലൊരു മണമുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ കയ്യിലുള്ളവർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എന്നിട്ട് ഒരു ക്രീപ്പർ റോസാണ് കേട്ടോ. ക്രീപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഷ്രബ് എന്ന് പറയുക, ഒരു സെമി ക്രീപ്പറാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കില്ല, വലിയ പൂവാണ്. ഇതിൻ്റെ കളർ നമ്മുടെ 7 days ഇല്ലേ, ചന്ദന കളറാണ്. നല്ലപോലെ ഫ്ലവറിങ് ആവുന്നൊരു ടൈപ്പാണ് കേട്ടോ, ബഞ്ചായിട്ട്. പിന്നെ ഉള്ളത് ബ്ലാക്ക് റോസാണ്, നമ്മുടെ കറുത്ത സുന്ദരിയാണ് കേട്ടോ. കറുത്ത റോസിൻ്റെയും കുറച്ച് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. റെയറായിട്ട് മാത്രം കിട്ടുന്നതാണ് കേട്ടോ ബ്ലാക്ക്. ഇപ്രാവശ്യം നമ്മുടെ സ്റ്റോക്കിൽ വളരെ കുറച്ച് തൈകൾ മാത്രമേ ബ്ലാക്കിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ബ്ലാക്കിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊന്നുമല്ല, വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളുടെയും റോസാ ചെടികളുടെ ലോഡൊക്കെ നമുക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളത് യൂട്യൂബ് ചാനൽ വഴിയിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് പേര് പറയും വാട്സപ്പിൽ അറിയിക്കാൻ പറയും, പക്ഷെ നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ വാട്സപ്പിൽ ഇൻഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചാനൽ ത്രൂ ആയിരിക്കും വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള റോസസൊക്കെ ഉണ്ടാവും, 10 പീസസൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ വാട്സപ്പ് ഇതിനകത്തൂടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക്